നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ആകാശത്ത് വീണ്ടും മിന്നലായി കോൺഗ്രസിന്റെ ശബ്ദം. ലോകവേദിയിൽ ശക്തിയുടെ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം രാജ്യത്തിന്റെ സെനറ്റിൽ നിന്ന് തന്നെ മുന്നറിയിപ്പിന്റെ മണിയൊച്ച. ഇറാനെതിരായ സൈനിക നടപടികളിൽ പ്രസിഡന്റിന്റെ അധികാരം നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം US സെനറ്റ് പാസാക്കിയതോടെ വൈറ്റ് ഹൌസിന്റെ ഇടനാഴികളിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങൾ പോലും ട്രംപിനെതിരെ നിലപാട് സ്വീകരിച്ചതാണ് ഈ വോട്ടെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം. ഇറാനിലെ സൈനിക ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം US സെനറ്റ് അങ്ങനെ പാസാക്കി. ഇറാനുമായി ദീർഘകാല കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്. ഇറാന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക അധികാരങ്ങൾ പരിമിതപ്പെടുത്തണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഇറാനുമായുള്ള യുദ്ധ നടപടികളിൽ ഏർപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്നും US സേനയെ പിൻവലിക്കണമെന്നുമാണ് ഈ പ്രമേയം നിർദ്ദേശിക്കുന്നത്. 50-നെതിരെ 48 വോട്ടുകൾക്കാണ് പ്രമേയം സെനറ്റിൽ പാസ്സായത്. നേരത്തെ പ്രതിനിധി സഭയും ഈ പ്രമേയം പാസാക്കിയിരുന്നു. ഇറാനിലെ സൈനിക ഇടപെടലുകൾ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയും യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രസിഡന്റിന്റെ വിവേചനാധികാരത്തെക്കുറിച്ചുള്ള തർക്കവുമാണ് ഇരു സഭകളിലെയും അംഗങ്ങളെ ഈ നീക്കത്തിന് പ്രേരിപ്പിച്ചത്. എന്നിരുന്നാലും പ്രമേയം ഏറെക്കുറെ പ്രതീകാത്മകം മാത്രമാണ്. 1973 വാർ പവേഴ്സ് ആക്ട് പ്രകാരം കൺകറന്റ് റെസൊല്യൂഷൻ ആയതിനാൽ ഇതിന് പ്രസിഡന്റിന്റെ ഒപ്പ് ആവശ്യമില്ല. കൂടാതെ നിയമത്തിന്റെ ശക്തിയും അതിനില്ല. നിയമപരമായി ഇത് നിലനിൽക്കുന്നതല്ല എന്നും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുമാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇറാനുമായുള്ള സംഘർഷത്തിൽ US സൈന്യത്തിന്റെ പങ്കാളിത്തത്തിൽ ആശങ്ക ഉയർത്തിക്കാട്ടുന്ന പ്രമേയം ഈ മാസം ആദ്യം പ്രതിനിധി സഭയിൽ പാസ്സായിരുന്നു. ഏതൊരു ദീർഘകാല സൈനിക ഇടപെടലിനും കോൺഗ്രസിന്റെ കൃത്യമായ അനുമതി അത്യാവശ്യമാണെന്ന് പ്രമേയത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾക്കും മേഖലയിൽ സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതയ്ക്കുമെതിരാണ് ഇവർ ആശങ്ക ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ ഇരു സഭകളും പ്രമേയത്തിന് അംഗീകാരം നൽകിയെങ്കിലും ട്രംപ് ഭരണകൂടത്തിന്റെ നിലവിലെ സൈനിക തന്ത്രങ്ങളിൽ ഇത് കാര്യമായ മാറ്റം വരുത്താൻ സാധ്യതയില്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ തന്നെ സൈനിക നീക്കങ്ങൾക്ക് ഉത്തരവിടാൻ പ്രസിഡന്റിന് ഭരണഘടനാപരമായ അധികാരമുണ്ട് എന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. എന്നാൽ USനെ ദീർഘകാല സംഘർഷങ്ങളിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസിന് നിർണായക പങ്കുണ്ട് എന്ന് പ്രമേയത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവർക്ക് പോലും ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ തീരുമാനം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും അതിരുകളിൽ നിൽക്കുന്ന അമേരിക്കയിൽ അവസാന വാക്ക് പ്രസിഡന്റിനല്ല ജനപ്രതിനിധികൾക്കുമുണ്ട് എന്ന സന്ദേശമാണ് സെനറ്റ് ലോകത്തോട് പറയുന്നത്. ട്രംപിന്റെ ഇറാൻ നയത്തെ ചൊല്ലി ഉയർന്നു വരുന്ന അസ്വസ്ഥതയുടെ പ്രതിഫലനമായാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെറുമൊരു പ്രമേയം മാത്രമല്ല ഇത്. അധികാരവും ഉത്തരവാദിത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഏറ്റവും പുതിയ അധ്യായം കൂടിയാണ്. വൈറ്റ് ഹൌസിന്റെ ഉറച്ച ചുവടുകൾക്ക് മുന്നിൽ ക്യാപിറ്റോൾ ഹില്ലിന്റെ ചോദ്യങ്ങൾ മതിൽ പോലെ ഉയരുമ്പോൾ ട്രംപിന്റെ വിദേശ നയത്തിന് നേരെയുള്ള ഏറ്റവും ശക്തമായ രാഷ്ട്രീയ തിരിച്ചടികളിൽ ഒന്നായി ഈ സെനറ്റ് തീരുമാനം മാറുകയാണ്. അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിൽ മറ്റൊരു നിർണായക വരി കൂടി എഴുതപ്പെടുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇനി ട്രംപിന്റെ അടുത്ത നീക്കത്തിലേക്കാണ്.